നമസ്കാരം. ഞാൻ സുധീഷ് അശ്വൻ. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിഫ്റ്റിയുടെ നമുക്ക് നാളത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ലെവൽസ് ആണ്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കൃത്യമായിട്ട് നമ്മൾ നിഫ്റ്റിയുടെ ലെവൽസും അതുപോലെ തന്നെ വ്യൂസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരുപാട് ട്രേഡേഴ്സ്, ഒരുപാട് ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഉള്ളത് മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഒരു നിഫ്റ്റിയുടെ ചാർട്ടിലാണ് ഉള്ളത്. ഇപ്പൊ ഒരു ഫ്യൂച്ചർ ചാർട്ടാണ്. അപ്പൊ നമ്മൾ ഇതിൽ പറയുന്ന ലെവൽസ് ഒക്കെ ഫ്യൂച്ചറിന്റെ ലെവലാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു നിഫ്റ്റി എന്താണ് ഒരു ബൈയിങ് സോണിലാണ് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ചാർട്ടില്, നിങ്ങളുടെ ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ ഈ ഒരു ലെവൽ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. അതായത് 24,625 മുതൽ 24,573 വരെയുള്ള ലെവൽ എന്താണ്? ഫ്യൂച്ചർ ചാർട്ടിൽ നിഫ്റ്റിയുടെ ഒരു ബൈയിങ് സോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ എന്താണ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിൽ നമുക്കൊരു ലെവൽ കാണാൻ സാധിക്കും. അതായത് 25th ജൂലൈയിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെല്ലിംഗ് ടെയിൽ ഇവിടെയുണ്ട്. അപ്പം ഈ ലെവലോട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. എന്താണ്? 24,970 മുതൽ 975 മുതൽ 24,975 മുതൽ എന്താണ് ഒരു 25,030 വരെയുള്ള ലെവൽ എന്താണ്? ഒരു നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റ്, ഒരു സെല്ലിംഗ് സോൺ ആണ്. അപ്പൊ മാർക്കറ്റ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ്. ഓക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ലെവൽസ്, ഒരു ബൈയിങ് സോണിനെ പറ്റി കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു. നിഫ്റ്റിയിൽ എന്താണ് ഡൗൺ സൈഡിലേക്കുള്ള ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്യുന്നു. പക്ഷെ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഒരു ബൈയിങ് സോൺ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതിന്റെ താഴേക്ക് മാത്രമേ നമുക്കൊരു ഫർദർ ഫാൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ ഓപ്പണിംഗ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഒരു നോട്ട് ഗുഡ് ഓടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് മാർക്കറ്റ് ഒരു സപ്പോർട്ട് സോണിൽ നിന്നാണ് ഒരു ഓഡിയോ ഓപ്പണിംഗ് വന്നിരിക്കുന്നത്. നോട്ട് ഗുഡ് ഓഡിയാണ്. അപ്പം വലിയ രീതിയിൽ കൺവിഷൻ ഇല്ല. എങ്കിലും എന്താണ് മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ താഴേക്ക് പോവില്ലെന്ന് മാർക്കറ്റ് പ്രൊഫൈലിൽ നോക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ അതേ ഒരു ലെവലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരു എ പീരീഡിന്റെ പകുതി ആയപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് നിഫ്റ്റി ഇന്ന് ഒരു റീട്രേസ്മെന്റ് വന്നാലും മാർക്കറ്റ് എന്താണ് സഡൻ ആയിട്ട് ബൗൺസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഹൈ ആണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തായിരുന്നു. അപ്പൊ അതേപോലെ തന്നെയാണ് മാർക്കറ്റ് എന്താണ് നേരെ മാർക്കറ്റ് താഴേക്ക് വന്ന് സഡൻ ആയിട്ട് അവിടുന്ന് മാർക്കറ്റ് ബൗൺസ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ. നാളത്തേക്ക് നിങ്ങൾ ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്യുക. അപ്പൊ നിഫ്റ്റി ഈ ഒരു ലെവലിന്റെ താഴേക്ക് പോയാൽ മാത്രമേ എന്താണ് ഒരു ഫർദർ ഫാള് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ട് ഈ ഒരു സെല്ലിംഗ് സോണിൽ സൈഡിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകുന്ന കാണുവാണെങ്കിൽ അവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് താഴേക്ക് കാണാൻ സാധിക്കും. കാരണം ഓവറോൾ നമുക്ക് നിഫ്റ്റി എന്താണ് നമ്മൾ പറഞ്ഞ ഒരു ഡെയിലി ടൈം ഫ്രെയിമിന്റെ വ്യൂവില് നിഫ്റ്റിയിൽ ഒരു കറക്ഷൻ ആണ്, ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു വ്യൂ ആണ് ഇപ്പോഴും സ്റ്റില്. അപ്പം ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോയാലും എന്താണ് മാർക്കറ്റ് ഈ ലെവലിൽ നിന്ന് താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഹൈ ആണ്. അപ്പൊ അങ്ങനെ റിവേഴ്സ് ആയിട്ട് മാർക്കറ്റ് താഴേക്ക് വരുവാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ബൈങ് സോണിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ ഹൈ ആണ്. കാരണം ഇവിടെ ഒരു എ വി പുവർ ഹൈ, എ വി പുവർ ലോ എന്ന് ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അടുത്തൊരു 4 to 5 ഡേയ്സിനുള്ളിൽ മാർക്കറ്റ് ഈ ലെവലിലേക്ക് ടച്ച് ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഓക്കെ. അപ്പം ഈ ഒരു റേഞ്ച് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. നിങ്ങളുടെ ചാർട്ടിൽ, നിങ്ങൾ ഈ ഒരു ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ ഈ ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഒരിക്കലും ഇത് സ്പോട്ട് ചാർട്ട് അല്ല, ഇത് ഫ്യൂച്ചറിന്റെ ചാർട്ടാണ്. അപ്പം സ്പോട്ട് ചാർട്ടും അതുപോലെ സ്പോട്ട് ചാർട്ടിലെ ലെവൽസും ഫ്യൂച്ചറിന്റെ ലെവൽസും തമ്മിൽ ഡിഫറെന്റ് ആണ്. അപ്പം സ്പോട്ട് ചാർട്ട് നോക്കേണ്ടത് അത് നോക്കാം. പക്ഷേ ഈ ഫ്യൂച്ചറിന്റെ ചാർട്ട് എന്താണ് ഈ നമ്മൾ പറയുന്ന ഈ ലെവലിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ലെവൽസ് കൺസിഡർ ചെയ്യണം. ഓക്കെ. നമ്മൾ നേരെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോവാണ്. അതിന് മുമ്പായിട്ട് ഞാൻ നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാണ്. ട്രേഡിംഗ് വ്യൂവിന്റെ ചാർട്ടാണ്. നമുക്ക് സ്പോട്ട് ചാർട്ടിൽ ഇടയ്ക്ക് നമ്മൾ 24,800 ലെവലും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം. ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ ആക്റ്റീവ് 24,800 മുതൽ 24,775നും 24,800 ഇടയിലുള്ള ആ ഒരു റേഞ്ച് ആണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്റ്റീവ്. അപ്പൊ സ്പോട്ട് ലെവലിൽ നമ്മൾ സ്പോട്ടിന്റെ ചാർട്ടിൽ നമ്മൾ ഈ ഒരു ലെവലുകൾ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവലാണ് 24,500 മുതൽ എന്താണ് 24,460 വരെയുള്ള ലെവൽ എന്താണ് നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ്. അത് തന്നെ ഒരു മൾട്ടിപ്പിൾ ടൈമിൽ മാർക്കറ്റ് എന്താണ് ആ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലെവലിന് താഴെയാണ് നമ്മൾ പറഞ്ഞ ഒരു ഫർദർ ഫാൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു പറഞ്ഞ് ഒരു പക്ഷേ മാർക്കറ്റ് ഈ ലെവലിൽ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പോ നമ്മൾ ആ ഒരു ഡൗൺ സൈഡ് മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മൾ ഫ്യൂച്ചർ ചാർട്ടിൽ പറഞ്ഞ ആ ഒരു റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവൽ നമുക്ക്
എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മള് ബാങ്ക് നിഫ്റ്റിയുടെ ഞാൻ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ചാർട്ടിലേക്ക് പോവാണ്. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിലും എന്താണ്, ബാങ്ക് നിഫ്റ്റിയും നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്ത പോലെ എന്താണ്, ബാങ്ക് നിഫ്റ്റി എന്താണ് ഒരു സപ്പോർട്ട് സോണിലാണ്, ഒരു സപ്പോർട്ട് സോണിലാണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ട്രേഡിംഗ് വ്യൂവിൽ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കുകയാണ്. കൃത്യമായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ്, ഈ ഒരു ലെവൽ, അതായത് 55,570 മുതൽ 55,570 മുതൽ 55,460 വരെയുള്ള ഒരു റേഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, പക്ഷെ ഞാൻ ഈ ഒരു ലെവല് കൺസിഡർ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നെന്താണ് ബാങ്ക് നിഫ്റ്റി എക്സാക്ട്ലി നോക്കി ആ ഒരു ലെവലിന്റെ അടുത്ത് ഈ ഒരു 460 ലെവലിൽ ലോ ക്രിയേറ്റ്, അവിടെ നിന്നാണ് മാർക്കറ്റ് ബൗൺസ് ചെയ്ത് മാർക്കറ്റിങ്ങിന്റെ മുകളിലോട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇന്നൊരു ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആയിരുന്നു മാർക്കറ്റ്. ഓക്കെ. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ അടുത്ത ദിവസങ്ങളിലേക്ക് വാച്ച് ചെയ്യേണ്ട ഫ്യൂച്ചർ ലെവലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. മിനിറ്റ്. ഓക്കെ. ഞാനിപ്പോൾ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്, നിങ്ങളത് നോട്ട് ചെയ്യണം. ഇത് ഫ്യൂച്ചർ ചാർട്ടാണ്. അതായത് ഈ ഒരു റേഞ്ച്, അതായത് 55,750ന്റെയും ഈ ഒരു ലോയുടെ കൺസിഡർ ചെയ്യാം, 55,521 വരെയുള്ള ലെവൽ എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ബൈയിങ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ നാളെ ഇപ്പൊ മാർക്കറ്റിങ്ങിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു POC, കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്തൊരു POC നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത് എത്രയാണ്, 55,990, ആ ഒരു ലെവലോട് നിങ്ങൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടെ വന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു POC നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാം. അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അടുത്ത ഒരു POC ഇവിടെ ഉണ്ട്. അതായത് 28 ജൂലൈയിൽ ഫോം ചെയ്ത ഒരു POC ഉണ്ട്. അപ്പം ആ ഒരു ലെവൽ എന്താണ്, നമുക്ക് ടാർഗറ്റ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു ലെവലാണ്. 56,490 പറഞ്ഞ ലെവൽ എന്താണ്, ഒരു POC ലെവലാണ്. നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സിംഗിൾ ട്രെൻഡ്, അതായത് മാർക്കറ്റ് താഴേക്ക് വന്ന സമയത്താണ് ഇവിടെ ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി നടന്നൊരു ഏരിയ ആണ് അല്ലെ. അപ്പം ഇതുകൂടെ നമ്മൾ എന്താണ്, മാർക്കറ്റ് ഇതിന് മുകളിൽ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും മാർക്കറ്റ് ഈ ലെവലൊക്കെ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു സിംഗിൾ പ്രിന്റ് വരുമ്പോൾ എന്താണ്, എക്സിറ്റ് ചെയ്ത് മാറുന്നതാണ് നല്ലത്. അതായത് 56,900 എന്ന് പറയുന്ന ഒരു ലെവലാണ് ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ടാർഗറ്റ്. ഇപ്പൊ മാർക്കറ്റ് മുകളിലോട്ട് ഒരു ഡയറക്ഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ, നിഫ്റ്റിയും ആ ഒരു ലെവലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിംഗിൾ പ്രിന്റ് നമ്മുടെ മൈൻഡിൽ വെക്കാവുന്നതാണ്. അപ്പൊ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഒരു സ്പോട്ട് ചാർട്ട് അല്ല, ഇത് ഫ്യൂച്ചർ ചാർട്ടിന്റെ ലെവൽസ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, 57,350 മുതല് 57,417, ഈ ഒരു ലെവൽ എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു സെൽ സോൺ ആണ്. ഓക്കെ. ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നതാണ് ഈ ഒരു ലെവലിന്റെ ഇടയിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ ലെവൽസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ലെവൽസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസത്തെ ട്രേഡിംഗിൽ ഒരുപാട് യൂസ്ഫുൾ ആണത്. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യാറുണ്ട്. നിഫ്റ്റിയുടെ വ്യൂസും ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ലെവൽസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്. ഇന്നും നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ മെൻഷൻ ചെയ്ത പോലെയാണ് മാർക്കറ്റ് ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ബൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഗ്രൂപ്പ് വാച്ച് ചെയ്തവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ഒരു മാർക്കറ്റ് പ്രൊഫൈലിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത കുറെ വീഡിയോസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ. താങ്ക് യു.